എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് എന്താണ് കമ്പ്യൂട്ടർ എന്ന് നോക്കാം. സാധാരണ നമുക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാം, നമ്മളതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകാം. എന്തായാലും നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് മെഷീനാണ്. അത് വർക്ക് ചെയ്യുന്നത് നേരത്തെ നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസൃതമായി വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് which operates in accordance with a set of instructions given to it called programs. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് which operates in accordance with a set of instructions. അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ആ കമ്പ്യൂട്ടർ എന്നല്ല, ആ ഇലക്ട്രോണിക് ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഇൻസ്ട്രക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാംസ്. അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാംസ്. ഇതുപോലുള്ള കുറേ പ്രോഗ്രാംസ് ചേരുന്നതിനാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം, ഈ കമ്പ്യൂട്ടർ എന്താണ് ശരിക്കും ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ഒരു ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നു, ഒരു ഇൻഫർമേഷനാക്കി തരുന്നു. അപ്പം നമുക്ക് നോക്കേണ്ടത് എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നാണ്. നമുക്ക് നോക്കാം എന്താണ് ഡേറ്റ. An unrelated, meaningless, raw facts and figures are called data. എന്ന് വെച്ചാൽ എന്താ? ഡേറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ പരസ്പര ബന്ധമില്ലാത്ത, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത കുറച്ച് ഫാക്ട്സ്, വസ്തുതകളോ അല്ലെങ്കിൽ ഫിഗേഴ്സ്, നമ്പേഴ്സിനെയോ നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ. നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് 18 ഈസ് എ ഫിഗർ, ഒരു നമ്പറാണ്. ആ നമ്പർ കൊണ്ട് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. 18 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രം. രാജു ഒരാളുടെ പേരാണ്. ബോയ് ഒരു ആൺകുട്ടി. സോ ദീസ് ആർ ഓൾ ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ്. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത കുറച്ച് വാക്കുകൾ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫർമേഷൻ എന്ന് നോക്കാം. ഇൻഫർമേഷൻ ഈസ് എ പ്രോസസ്ഡ് ഡേറ്റ. ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിന് ഒരു മീനിങ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഹാവിങ് എ മീനിങ്. അതിനൊരു മീനിങ്, ഒരു അർത്ഥമുണ്ടാവും. ഇനി നമുക്കതിന് എക്സാമ്പിൾ നോക്കാം. രാജു ഈസ് എൻ 18-year-old ബോയ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സഡ് മീനിങ് ഉള്ള ഒരു സെൻറ്റൻസായി മാറി. രാജു ഒരു 18 വയസ്സുള്ള ബോയ് ആണ് എന്ന് പറയുമ്പോൾ അതൊരു മീനിങ് ഫുള്ളായ ഒന്നായി മാറി. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതേസമയം പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാതെ 18, രാജു, ബോയ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. കുറേ വാക്കുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാത്ത കുറേ വാക്കുകൾ, അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ. അതേസമയം അതിനെ പ്രോസസ്സ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ. ആ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതിൽ ഒരു മീനിങ് ഉണ്ടാവും, ഒരു അർത്ഥമുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ആ 50 കുട്ടികളുടെയും മാർക്കും നമ്മുടെ കൈവശമുണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടറിനകത്ത് പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ എക്സൽ എന്ന് പറയുന്ന വിൻഡോസിലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പേരും അവരുടെ മാർക്കും വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. മാർക്കും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ, നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡേറ്റ എന്ന് പറയാം. ഇനി അതിനുശേഷം നമുക്ക് ഈ എക്സൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ, കുറച്ച് കിട്ടിയ ആൾ, അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ, ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് കുട്ടികളുടെ ലിസ്റ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ ആൾക്കാരുടെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് പേര് വേണം. അവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് കിട്ടും. അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ കിട്ടുന്നതിനെയാണ് നമ്മളൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ മാർക്കിൻ്റെ ഓർഡറിൽ കിട്ടുന്നതാണ് ഒരു ഇൻഫർമേഷൻ. നമ്മൾ ആദ്യം കൊടുത്ത എന്താ, കുറച്ച് പേരും കുറച്ച് മാർക്ക് മാത്രം കൊടുത്തു. അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടർ തരും. അതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഈസ് എ ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ. കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസ്സിംഗ് മെഷീനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇറ്റ് അക്സെപ്റ്റ്സ് ഡേറ്റ ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ. അത് ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി പേരും മാർക്ക് മാത്രം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ പേരും മാർക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നു. അതാണ് അവിടുത്തെ ഡേറ്റ. പക്ഷേ നമുക്ക് കിട്ടുന്നതോ കുട്ടികളുടെ അസെൻഡിങ് ഓർഡറിലുള്ള മാർക്ക് ഇതിൻ്റെ ലിസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ അതൊരു ഇൻഫർമേഷനാണ്. നമുക്കത് ഗ്രാഫിക്കലായിട്ട് കാണാം. നമ്മൾ കൊടുക്കുന്നത് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ നമുക്ക് എന്ത് തരുന്നു, അതിനെ സോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഡറിൽ നമുക്ക് ഇൻഫർമേഷൻ തരും. സോ ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ജോലി, ഡേറ്റ പ്രോസസ്സിങ്. അപ്പോൾ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് ഇൻഫർമേഷനാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ അത് എക്സാമ്പിളായിട്ട് നോക്കാം. ഡേറ്റ നമ്മൾ നേരത്തെ കണ്ട ഡേറ്റ 18 രാജു ബോയ്, അതിനെ നമുക്ക് ഇൻഫർമേഷൻ ആക്കുമ്പോൾ എന്ത് കിട്ടും, രാജു ഈസ് ആൻ 18-year-old ബോയ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അതിൽ ആദ്യമായിട്ട് ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും. ആ ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നേരെ CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോകും. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി CPU എന്ന് പറയുന്നത് ആ കിട്ടുന്ന കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ CPU എന്ന് പറയുന്നത്. ആ CPUവിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതിനെ നമ്മൾ ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയും. രണ്ടാമത്തേതിനെ നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും. മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റാണ്. മൂന്നാമത്തെ ഭാഗമാണ് രജിസ്റ്റേഴ്സ്. ടെമ്പററി ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ ചേർന്നതാണ് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നേരെ ഈ പ്രോസസ്സ് ചെയ്യുന്ന ഈ യൂണിറ്റിലേക്കാണ് പോകുന്നത്. ഈ പ്രോസസ്സ് ചെയ്താലോ, പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. സോ ഔട്ട്പുട്ട് യൂണിറ്റിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രധാനമായും ഈ ഒരു സീക്വൻസിലായിരിക്കും കമ്പ്യൂട്ടറിനകത്തുള്ള പ്രോസസ്സിംഗ് നടക്കുന്നത്. നമ്മൾ ഡേറ്റ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ്. ആ ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPUവിലേക്ക് ചെല്ലുന്നു. ആ CPUവിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ്, ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഇനി അവിടെ നിന്ന് കിട്ടുന്ന അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ CPU പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് വഴി അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. ഇനി ഇത് കൂടാതെ ഇടയ്ക്ക് നമ്മൾ ഒരു മെയിൻ മെമ്മറി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ഈ മെയിൻ മെമ്മറി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, തൽക്കാലത്തേക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്തതിനിടയ്ക്കുള്ള ഡേറ്റ തൽക്കാലം സൂക്ഷിച്ചു വയ്ക്കാൻ നമ്മൾ മെയിൻ മെമ്മറിയിലേക്കാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ചുരുക്കം നമ്മുടെ CPUമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത് ഈ മെയിൻ മെമ്മറിയാണ്. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ കോമ്പണൻസ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമതായിട്ട് ഇൻപുട്ട് യൂണിറ്റ്. എന്താണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് നോക്കാം. When an input device is connected to a computer, a unit is formed and it is called input unit. ഒരു ഇൻപുട്ട് ഡിവൈസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ മൊത്തം യൂണിറ്റിനെ നമ്മൾ ആ കണക്ട് ചെയ്യുന്ന ആ മൊത്തം യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇനി എന്തിനാണ് നമ്മൾ ഈ ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൻ്റെ ഉപയോഗം എന്താ? കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കാനായി ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസ്. ആ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിന് എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് യൂണിറ്റ്. അപ്പോൾ കോമ്പണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിലെ ഒന്നാമതാണ് ഇൻപുട്ട് യൂണിറ്റ്. അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് എന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും when an output device is connected to a computer, a unit is formed, it is called output unit. അപ്പോൾ 2 യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും.
അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു യൂണിറ്റ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ അത് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമാണ്, അത് മനുഷ്യന് മനസ്സിലാവുന്ന ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ള ആ കമ്പ്യൂട്ടർ യൂണിറ്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം 2 യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും. അടുത്തതായിട്ട് നമുക്ക് CPU, നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ കണ്ടിരുന്നു. ഇൻപുട്ട് യൂണിറ്റ്, അത് കഴിഞ്ഞിട്ട് CPU, അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് യൂണിറ്റാണ് കണ്ടത്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും നമ്മൾ പറഞ്ഞു. അടുത്തത് CPU, എൻ്റെ ഫുൾ പേര് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇനി CPU-ൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നതിന് മുന്നേ എന്താണ് CPU എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ ഭാഗം എന്ന് പറയുന്നത് CPU ആണ്. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണ് ഈ CPU എന്ന് പറയുന്നത്. ഇനി ഇറ്റ് കണ്ടൈൻസ്, ഈ CPU-യിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കണ്ടിരുന്നു, ഒന്നാമത്തത് ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷനും എല്ലാ ലോജിക്കൽ ഓപ്പറേഷനും നടക്കുന്നത് ശരിക്കും ALU-യിലാണ്. ഓൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഹിയർ. എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷനും, അരിത്തമെറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം. അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ, ചെറുതാണോ വലുതാണോ തുല്യമാണോ എന്നൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഓപ്പറേഷനും നടക്കുന്നത് ALU-വിലാണ്. ALU എന്ന് പറയുന്നത് CPU-ൻ്റെ ഭാഗമാണ്. അടുത്തത് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ, ഇറ്റ് ജനറേറ്റ്സ് ദ കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ഓൾ ദ ഓപ്പറേഷൻ. കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ ഓപ്പറേഷനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ CPU-വിൻ്റെ 2ാമത്തെ ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ടെമ്പററി സ്റ്റോറേജ് സ്പേസസ് ഇൻ CPU. അപ്പോൾ CPU-നകത്ത് താൽക്കാലികമായി വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം നമ്മളിപ്പോൾ പറഞ്ഞത് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് 3 ഭാഗങ്ങൾ. ALU എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റ് എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നു, കൺട്രോൾ സിഗ്നൽസ് അയച്ച്. അതിനുശേഷം രജിസ്റ്റേഴ്സ്, ടെമ്പററി ആയിട്ട് നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു. ഈ 3 ഭാഗങ്ങളും CPU-ൻ്റെ പാർട്സാണ്. CPU-ൻ്റെ പാർട്സാണ് നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU. ഇനി അടുത്തതായിട്ട് മെയിൻ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ അണ്ടിൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മൾ ഇൻപുട്ട് കൊടുത്തു, അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം താൽക്കാലികമായി ഒരു സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ആ മെയിൻ മെമ്മറിയിൽ താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ചിലപ്പോൾ അത് വീണ്ടും പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കാം, എന്നിട്ട് വീണ്ടും ചിലപ്പോൾ താൽക്കാലികമായി ഇവിടെ സൂക്ഷിക്കാം. ഏത് സമയം വരെ? നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ കിട്ടുന്നത് വരെ, ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ നമുക്ക് താൽക്കാലികമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് മെയിൻ മെമ്മറി. ചുരുക്കം നമുക്ക് ഒരു കാര്യം പറയാം, അതായത് CPU-ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു മെമ്മറിയാണ് മെയിൻ മെമ്മറി. അപ്പോൾ നമ്മൾ 4 ഭാഗങ്ങൾ വരെ ഇപ്പോൾ പറഞ്ഞു: ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU ആൻഡ് മെയിൻ മെമ്മറി. ഇനി അടുത്തത് ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. These are devices that are used to input data into the computer. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഡേറ്റ കൊടുക്കാനായി ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഏറ്റവും
പ്രധാനമായി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കാനായി ഉപയോഗിക്കുന്ന നമ്മുടെ കീബോർഡാണ്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. കീബോർഡ് ഇറ്റ് ഈസ് ദ മെയിൻ ഇൻപുട്ട് ഡിവൈസ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻപുട്ട് ടെക്സ്റ്റ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്തേക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്നത്. കീബോർഡിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് QWERTY എന്ന് പറയുന്ന ലേ ഔട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി 2 തരം കീബോർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. വയേർഡ് കീബോർഡും വയർലെസ് കീബോർഡും. അപ്പോൾ ഇത് നമുക്കറിയാവുന്നതാണ് ഈ കീബോർഡിനെ കുറിച്ച്. അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മൗസാണ്. മൗസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മൗസാണ്. അത് 2 ടൈപ്പിലുണ്ട്. ഒന്ന് വയേർഡും ഉണ്ട്, ഇത് വയേർഡാണ്. അതുപോലെ തന്നെ വയർലെസ്സും ഉണ്ട്. അപ്പോൾ 2 ഇൻപുട്ട് ഡിവൈസായി. മൂന്നാമത്തെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മൈക്രോഫോണാണ്. നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോഫോൺ. ഇറ്റ്സ് ആൻ ഇൻപുട്ട് ഡിവൈസ്. സൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ ഫോം ആൻഡ് ഇൻപുട്സ് ടു ദ കമ്പ്യൂട്ടർ. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റി കമ്പ്യൂട്ടറിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ്, ഇത് നമ്മൾ സാധാരണയായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിലോ അവിടെയൊക്കെ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ബാർകോഡ് റീഡേഴ്സ് ഉണ്ടാവും. ഒരു ചുമപ്പ് കളർ ലൈറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും സാധാരണ രീതിയിൽ ഇത് സ്കാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ബാർകോഡ് റീഡർ എന്നാണ്. ഈ ബാർകോഡ് റീഡർ നേരിട്ടൊരു കമ്പ്യൂട്ടറിലേക്കായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഡീറ്റെയിൽസ് കോഡഡ് ഓൺ ദ ഫോം ഓഫ് ആൾട്ടർനേറ്റ് ബാർസ് ആൻഡ് ദീസ് ബാർസ് ആർ കാൾഡ് ബാർകോഡ്. ക്യാൻ ബി ഡീകോഡഡ് ആൻഡ് ഇൻപുട്ട് ഇൻ ടു കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ വിലയോ അതിൻ്റെ മറ്റു കാര്യങ്ങളോ എല്ലാം ഇതുപോലുള്ള ബാർകോഡുകളായിട്ടായിരിക്കും അതിനകത്ത് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. ആ പ്രിൻ്റ് ചെയ്തേക്കുന്ന ബാർകോഡിനെ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബാർകോഡ് റീഡർ. ഇത് നേരിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലേക്കായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. അടുത്ത ഡിവൈസ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ സാധാരണ ഇപ്പോഴുള്ള പരീക്ഷകൾക്കെല്ലാം, PSC പരീക്ഷയായാലും എൻട്രൻസ് പരീക്ഷയായാലും അങ്ങനെയുള്ള പരീക്ഷകൾക്കെല്ലാം നമ്മൾ ഇതുപോലുള്ള ഒപ്റ്റിക്കൽ മാർക്ക് റീഡേഴ്സാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ കുറച്ച് ബബിൾസ് ഉണ്ടാവും. ആ ബബിൾസിന് അതിൽ നമ്മൾ ABC എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓരോ ഓപ്ഷനിലും ഈ ബബിൾസിനെ നമ്മൾ ഡാർക്കൻ ചെയ്യും. ഈ ഡാർക്കൻ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് മാർക്ക് അത് കിട്ടും, ഇല്ല എങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അത് എങ്ങനെ റീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റ് ഓരോന്നും സെൻസ് ചെയ്യും. ഏതാണോ ഇയാൾ മാർക്ക് ചെയ്തേക്കുന്നത് അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറിന് സാധിക്കും. OMR ഷീറ്റ്സ് ആർ സ്പെഷ്യൽ പ്രീ-പ്രിൻറ്റഡ് ഷീറ്റ്സ് യൂസ്ഡ് ഇൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഷീറ്റുകളാണ് ഈ OMR ഷീറ്റ് എന്ന് പറയുന്നത്. ആൻസേഴ്സ് ആർ മാർക്ക്ഡ് ബൈ ഡാർക്കനിങ് ദ ഓപ്ഷൻസ് യൂസിങ് പെൻ. നമ്മൾ പെന്നോ പെൻസിലോ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഈ ബബിൾസ് ഡാർക്കൻ ചെയ്യുന്നത്. ഏതാണ് ഡാർക്കൻ ചെയ്തേക്കുന്നതെന്ന് ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി OMR റീഡ്സ് ദ മാർക്ക്ഡ് ഓപ്ഷൻസ് ആൻഡ് ഇൻപുട്ട് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഏതാണ് മാർക്ക് ചെയ്തേക്കുന്നതെന്ന് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അടുത്തതായിട്ട് നമുക്ക് സ്കാനർ എന്താണെന്ന് നോക്കാം. സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. കൂടാതെ ഈ സ്കാനർ ചെയ്യുന്ന ജോലി ഒരു ഇമേജിനെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് സ്കാനർ ചെയ്യുന്ന ജോലി. അതായത് ഒരു ഇമേജിനെ ഡിജിറ്റൽ ഫോമിൽ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് മാറ്റുന്നു. ഇറ്റ് ഡിജിറ്റൈസസ് ദ ഇമേജ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഡിജിറ്റൽ ഫോമിലേക്ക് എന്ന് വെച്ചാൽ 0101 കോമ്പിനേഷനിലേക്ക് മാറ്റി അതൊരു ഫയലാക്കി കമ്പ്യൂട്ടറിനുള്ളിലേക്ക് സേവ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ്. ഇനി നമുക്കടുത്തത് ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് നോക്കാം. ഇറ്റ് കൺവേർട്സ് ഡേറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ റീഡബിൾ ഫോം ടു ഹ്യൂമൻ റീഡബിൾ ഫോം. കമ്പ്യൂട്ടറിന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്ന് മനുഷ്യന് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഡിവൈസസ്, കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിനകത്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന 0101 അല്ലെങ്കിൽ ബൈനറി ഫോമിലായിരിക്കും. ആ ബൈനറി ഫോമിലുള്ളതിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പ്രധാന ലക്ഷ്യം. ഔട്ട്പുട്ട് ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഹാർഡ് കോപ്പി ഓർ സോഫ്റ്റ് കോപ്പി. അത് ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി ആയിട്ടും നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും.
ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എന്നർത്ഥം. അതേസമയം സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫയലായിട്ടായിരിക്കും, അത് നമുക്ക് മോണിറ്റർ വഴി കാണാൻ പറ്റും സോഫ്റ്റ് കോപ്പി. അപ്പോൾ സോഫ്റ്റ് കോപ്പി കാണുന്നത് നമുക്ക് സ്ക്രീൻ വഴി കാണാം, അതേസമയം ഹാർഡ് കോപ്പി നമ്മൾ കാണുന്നത് പ്രിൻ്റ് ഔട്ട്സ് ആയിട്ടായിരിക്കും. ഇനി നമുക്ക് പ്രിൻ്റർ ഏതൊക്കെയെന്ന് നോക്കാം. പ്രിൻ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹാർഡ് കോപ്പി ഓഫ് ദ ഔട്ട്പുട്ട്. നമുക്കൊരു പ്രിൻ്റ് ഔട്ട് ആയിരിക്കും കിട്ടുന്നത്. 2 types ഓഫ് പ്രിൻ്റേഴ്സ് ആർ ദെയർ. ഏതൊക്കെയാണ്? ഇമ്പാക്റ്റ് പ്രിൻ്റർ ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് ഹെഡും പേപ്പറുമായിട്ടൊരു മെക്കാനിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയും. അതേസമയം പ്രിൻ്റ് ഹെഡും പേപ്പറുമായിട്ട് ഒരു മെക്കാനിക്കൽ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയും. നമുക്ക് നോക്കാം. ഇൻ ഇമ്പാക്റ്റ് പ്രിൻ്റർ പ്രിൻ്റ് ഹെഡ് ഹാസ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ പേപ്പർ. പ്രിൻ്റ് ഹെഡുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഉള്ള പ്രിൻ്റേഴ്സാണ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ് ശരിക്കും അതിന് എക്സാമ്പിൾ. നമുക്ക് ഇവിടെ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും. ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ് സാധാരണ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദത്തോടു കൂടി പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രിൻ്റർ. പഴയ സ്ഥലങ്ങളിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത് മിക്കവാറും ഈ മാർജിൻ ഫ്രീ ഷോപ്പിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രിൻ്റ് ചെയ്യുന്ന ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും. ഈ പ്രിൻ്റ് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. മാത്രമല്ല നമ്മൾ പ്രിൻ്റ് നോക്കുമ്പോൾ കുറേ ഡോട്ട്സ് ചേർന്നിട്ടായിരിക്കും ഒരു ലെറ്റർ ഫോം ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള പ്രിൻ്റേഴ്സിനെയാണ് നമ്മൾ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഈ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ പ്രിൻ്റ് ഹെഡ് ഹാസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് പേപ്പർ. പ്രിൻ്റ് ഹെഡിന് പേപ്പറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. അതിന് എക്സാമ്പിളാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററും. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ മഷി സ്പ്രേ ചെയ്തിട്ടായിരിക്കും അവിടെ പ്രിൻറ്റിങ് നടക്കുന്നത്. ലേസർ പ്രിൻ്റർ ആകുമ്പോൾ ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ പ്രിൻറ്റിങ് നടക്കുന്നത്. അതാണ് ലേസർ പ്രിൻ്റർ. ലേസർ പ്രിൻ്റർ ഉപയോഗിച്ച് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ പ്രിൻ്റ് ചെയ്ത് വരുന്ന പേപ്പറിനകത്ത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടുണ്ടാവാനായിട്ട് പ്രത്യേക കാരണങ്ങളുണ്ട്. അപ്പോൾ ലേസർ പ്രിൻ്ററിൽ നിന്ന് വരുന്ന പ്രിൻ്റ് ഔട്ട് ചെറിയ ചൂടുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മോണിറ്ററാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വീഡിയോ ഓർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 2 രീതിയിൽ കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ടും കിട്ടും, ഹാർഡ് കോപ്പിയും കിട്ടും. സോഫ്റ്റ് കോപ്പി നമ്മൾ കാണുന്നത് മോണിറ്ററിലൂടെ ആയിരിക്കും. ഹാർഡ് കോപ്പി നമുക്ക് കിട്ടുന്നത് പ്രിൻ്ററിലൂടെ പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും. വേരിയസ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് ആർ അവൈലബിൾ നൗ. പല തരത്തിലുള്ള മോണിറ്റേഴ്സ് ഉണ്ട്. LCD, LED എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള ആ ഡിസ്പ്ലേ ടെക്നോളജികൾ വ്യത്യാസമായിരിക്കും. അതനുസരിച്ചാണ് LCD, LED എന്നൊക്കെ പറയുന്ന മോണിറ്റേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്.